ഞാനൊക്കെ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേരള പ്രീമിയർ ലീഗിൽ. അത് പ്രതീക്ഷിച്ചു വന്ന ആളുകൾക്ക് ശരിക്ക് അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ? ഓൺ എക്സ്പീരിയൻസ് നമ്മൾ സംസാരിക്കാം. അപ്പോൾ നമുക്കത് കാരണം 2017 FC തൃശ്ശൂർ ചാമ്പ്യന്മാരായി. ഞാൻ FC തൃശ്ശൂർ കോച്ചായിരുന്നു. 3 വർഷം ടീം തുടർച്ചയായിട്ട് മൂന്നാമത്തെ വർഷം സെമിഫൈനലെത്തി വിഡ്രോ ചെയ്യണം. കാരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ നിരന്തരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു രൂപ പോലും റിട്ടേൺ ഇല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനാണ് റിട്ടേൺ ഇല്ലാത്തൊരു ബിസിനസ്സിലേക്ക് നിരന്തരം പൈസ, അത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് അത് പറയും, ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? ഈ പ്രീമിയർ ലീഗ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ നടത്തി, നിങ്ങൾ അതിൽ നിന്ന് എന്ത് മാറ്റമാണ്? നിങ്ങൾ പേര് മാറ്റി സൂപ്പർ ലീഗ് കേരള എന്ന് ബ്യൂട്ടിഫുൾ പേര് മാറ്റി കൊടുക്കുന്നു. നിങ്ങൾ കുറേ ഐക്കണ കൊണ്ടുവരുന്നു, പൃഥ്വിരാജിനെ പോലെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സച്ചിനെ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ കൊടുക്കുന്ന പോലെ ആകർഷിപ്പിക്കുക, ജനങ്ങളെ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രൊജക്ടിന്റെ വലിയ, അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് തരുന്ന താരം. കാരണം പിന്നെ ഫുട്ബോൾ എപ്പോഴും പിന്നെ പോപ്പുലാരിറ്റിയിൽ വരുമ്പോഴാണ് ഇത് എന്നെ പോലെ നിങ്ങളെ പോലെ ആൾക്കാർക്ക് ഇത് ആസ്വദിക്കാൻ, ഇതിൽ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അത് സംശയമില്ല. ആ ഒരു ആംഗിൾ ഇത് വലിയ പ്രൊജക്റ്റാണ്. പക്ഷെ എൻ്റെ ചോദ്യം, ഇതിന് മുന്നേ നടത്തിയ പ്രൊജക്ട് നിങ്ങൾ എന്തുകൊണ്ട് ഫെയിലിയർ ആയി എന്നുള്ളൊരു ചോദ്യമുണ്ട്.